ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 33ാമത്തെ കഥയുടെ 11ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സ്നേഹപ്രിയയുടെയും അലി നൂറിൻ്റെയും കഥ. ഉദ്യാനത്തിൽ മീൻ പിടിക്കുന്ന കരീം എന്ന മുക്കുവൻ്റെ കുപ്പായവും തലപ്പാവും ധരിച്ച് വേഷപ്രച്ഛന്നനായി നിൽക്കുന്ന ഖലീഫയെ വരെ നിങ്ങൾ കണ്ടല്ലോ. തുടർന്ന് കേട്ടോളൂ. ഒരു മുക്കുവൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കുപ്പായം തന്നെ അങ്ങ് ധരിച്ചാലേ പറ്റൂ എന്ന കരീമിൻ്റെ സംസാരം കേട്ട് ഖലീഫയ്ക്ക് ചിരി വന്നു. മുക്കുവനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അയാൾ പിടിച്ച മീൻ വലിയൊരു കൂട്ടയിലാക്കി ജാഫറുടെ അടുത്ത് ചെന്നു. കൂട്ടയിൽ മീനുമായി വരുന്ന കരീമിനെ കണ്ട് ജാഫർ ദൂരെ നിന്നേ വിളിച്ചു പറഞ്ഞു, കരീം, നീ എവിടെ എന്തെടുക്കുന്നു? വേഗം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. സുൽത്താൻ വരുന്ന ദിവസമാണിന്ന്. അത് കേട്ട് ഹാരുൺ അൽ റഷീദ് ചിരിച്ച് തളർന്നു. അയ്യോ, ഇത് ഖലീഫ തിരുമേനിയാണല്ലോ. ജാഫർ അന്തം വിട്ടു. കൊള്ളാം, എന്നു കാണുന്ന തനിക്ക് എന്നെ മനസ്സിലായില്ലല്ലോ. അപ്പോൾ കുടിച്ച് തലയ്ക്ക് വെളിവില്ലാത്ത ഇബ്രാഹിം എങ്ങനെ എന്നെ തിരിച്ചറിയാനാ? താൻ ഇവിടെ നിൽക്ക്, ഞാൻ അകത്ത് പോയി നോക്കട്ടെ. ഖലീഫ വാതിലിൽ മുട്ടിയപ്പോൾ ഇബ്രാഹിം എഴുന്നേറ്റ് ചോദിച്ചു, ആരാണത്? ഞാനാണ്, മുക്കുവൻ കരീം. ഖലീഫ പറഞ്ഞു, അങ്ങക്ക് ചില അതിഥികളുണ്ടെന്ന് കേട്ടു. ഞാൻ കുറെ നല്ല ജീവനുള്ള മത്സ്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കും സ്നേഹപ്രിയയ്ക്കും മത്സ്യം വലിയ ഇഷ്ടമായിരുന്നു. ജീവനുള്ള മത്സ്യം എന്നുകൂടി കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ അവർ ഇബ്രാഹിമിനെ നിർബന്ധിച്ചു. ഇബ്രാഹിം വാതിൽ തുറന്ന് മുക്കുവനെ സ്വാഗതം ചെയ്തു. കള്ളത്തമ്മാടി, വാ വാ, കാണട്ടെ നിന്റെ മീൻ. ഖലീഫ കൂട്ട തുറന്നപ്പോൾ അപ്പോഴും പിടച്ചുകൊണ്ടിരുന്ന മത്സ്യങ്ങളെ കണ്ട് പെൺകുട്ടി പറഞ്ഞു, നല്ല മീൻ, പൊരിച്ച് തിന്നാൻ കൊള്ളാം. അലിയും ആ അഭിപ്രായത്തോട് യോജിച്ചു. തനിക്കിത് പൊരിച്ചു കൊണ്ടുവരാമോ? ഉത്തരവ് പോലെ എന്ന് പറഞ്ഞ് കൂട്ടയുമായി വെളിയിലിറങ്ങിയ ഖലീഫ ജാഫറോട് കാര്യം പറഞ്ഞു. ഞാനിത് പൊരിച്ചു കൊണ്ടുവരാൻ തിരുമേനി എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഖലീഫ ഇബ്രാഹിമിൻ്റെ അടുക്കള കണ്ടുപിടിച്ചു. ഹാരുൺ, നീ കുട്ടിയായിരുന്നപ്പോൾ അടുക്കളയിൽ പെണ്ണുങ്ങൾ പാകം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പോഴാണ് നിന്റെ സാമർത്ഥ്യം പ്രകടമാക്കേണ്ടത് എന്ന് തന്നെത്താൻ പറഞ്ഞ് അടുപ്പിൽ തീ കൂട്ടി. മത്സ്യങ്ങൾ മുറിച്ച് കഴുകി മസാല പുരട്ടി പാത്രത്തിൽ എണ്ണയൊഴിച്ച് ചൂടാക്കി അതിലിട്ട് വെന്തു പാകമായപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തു കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി. അലിയും സ്നേഹപ്രിയയും ഇബ്രാഹിമിനും മീൻ തിന്ന് തീർത്തിട്ട് മുക്കുവന് നന്ദി പറഞ്ഞു. അലി 3 ദിനാർ അയാൾക്ക് കൊടുത്തു. ഇത്രയേയുള്ളൂ, കൂടുതൽ തരാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഖലീഫ ആ പണം വാങ്ങി കണ്ണിൽ ചേർത്തിട്ട് കീശയിലിട്ടു. യജമാനനെ, അങ്ങയുടെ ഔദാര്യത്തിന് നന്ദി. എൻ്റെ ഒരു അഭിലാഷം കൂടി അവിടുന്ന് സാധിച്ചു തരണം. ഈ യുവതി വീണമീട്ടി പാട്ടുപാടുന്നത് കേൾക്കാൻ എനിക്ക് അതിയായ മോഹമുണ്ട്. അലി പ്രേരിപ്പിച്ചപ്പോൾ പെൺകുട്ടി മനോഹരമായൊരു ശോകഗാനം ആലപിച്ചു. കേട്ടു നിന്നവരുടെ കണ്ണുകളിൽ അശ്രു നിറഞ്ഞു. അല്ലാഹ്, ഒന്നാന്തരം പാട്ട്, ഖലീഫ അഭിനന്ദിച്ചു. ഇവളുടെ പാട്ട് നിങ്ങൾക്കിഷ്ടമായോ? അലി ചോദിച്ചു. ഇഷ്ടമായെന്ന് ഖലീഫ പറഞ്ഞപ്പോൾ അതിഥികൾക്ക് ഇഷ്ടപ്പെടുന്നതെന്തും ദാനം ചെയ്ത് ശീലിച്ച ആ യുവാവ് പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമായതുകൊണ്ട് ഇവളെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദാനം ചെയ്യുന്നതൊന്നും ഞാൻ തിരിച്ചു വാങ്ങാറില്ല. അലി തിരിഞ്ഞു നടന്നപ്പോൾ സ്നേഹപ്രിയ നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു, അലിനൂർ, എന്നെ നിഷ്കരണം ഉപേക്ഷിച്ച് യാത്ര പോലും പറയാതെ നിങ്ങൾ പോവുകയാണോ? ഒരു നിമിഷം നിൽക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. യുവ മിഥുനങ്ങളുടെ വേർപാടിന് താൻ കാരണമായല്ലോ എന്നോർത്ത് ഖലീഫ വ്യസനിച്ചു. തീരെ നിസ്സാരമായി അവളെ അയാൾ ഉപേക്ഷിച്ചതിൽ അത്ഭുതപ്പെടുകയും ചെയ്തു. അദ്ദേഹം അലിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ അടിമയെ നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ? ഉടമസ്ഥൻ കണ്ടുപിടിക്കുമെന്ന് ഭയന്നാണോ ഉപേക്ഷിക്കുന്നത്? അതിലും കടുത്ത പ്രശ്നങ്ങളെ നേരിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കേൾക്കുന്നവർക്ക് അതെല്ലാം അവിശ്വസനീയമായി തോന്നാം, അലി പറഞ്ഞു. അതെല്ലാം എന്നോട് പറയാമോ? അല്ലാഹുവിൻ്റെ കൃപ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചേക്കാം. അലി എല്ലാ സംഭവങ്ങളും വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴും തൻ്റെ മുന്നിലിരിക്കുന്നത് കരീം എന്ന മുക്കുവനാണെന്നായിരുന്നു അയാളുടെ ധാരണ.
കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഖലീഫ ചോദിച്ചു. അല്ലാഹു ഒരു വഴി കാണിച്ചു തരും. ഞാൻ പറയുന്നത് കേൾക്കൂ. ബസ്രയിലെ സുൽത്താന് കൊടുക്കാൻ ഞാനൊരു കത്ത് തരാം. ഞാനൊരു പാവം മുക്കുവനാണെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകും. കഥ ഇത്രയുമായപ്പോഴേക്ക് നേരം പുലരുന്നത് കണ്ട് ഷെഹറസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. കാത്തിരുന്നോളൂ, ഞാൻ വരാം ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി.